കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം. എന്താടാ? ഇതെന്റെ കൈ വെച്ച് പാട്ട് പാടണം. അതെ, പാട്ട് പാടി ആശ്വസിപ്പിക്കാന്ന്. ശരി, അങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കൂ. ഞാനൊരു ആവശ്യത്തിന് പറഞ്ഞ ഇവന്റെ കയ്യിലല്ലേ ഇത് വെച്ച് കത്തിക്കേണ്ടത്, ഞാൻ പറയുന്നില്ല. കത്തിക്കട്ടെ. ഓർക്കസ്ട്ര പ്ലീസ്. പാട്ടെന്ന് പറഞ്ഞാൽ എത്ര പൊള്ളലാണെങ്കിലും താമര. ഓർക്കസ്ട്ര പ്ലീസ്. എന്നിട്ടും മറ്റേ മ്യൂസിക് കിട്ടൂല. അത് ഏതാ പാട്ട്? വാതിലിൽ ആ വാതിലിൽ അതിന്റെ അനുവല്ലവി. അല്ല, അതിന്റെ അനുവല്ലവി. അതിന്റെ അനുവല്ലവി എന്താ? കാണാനോരോ വഴിതേ നിങ്ങളുമാണ് പഴുതിയില്ലയോ. പാട്ട് പാടാനും പറ്റില്ല, കൈ പൊള്ളുകയും. കലാകാരനല്ലാത്തവനെ ലോകം അംഗീകരിക്കും. നിന്നെ അതാളെ ആരും അംഗീകരിക്കാത്ത നിന്റെ കാര്യം പറഞ്ഞു. ശരി, ഇനി കമ്മിങ് ടു ദ ഫൈനൽ സ്റ്റേജ്. സിൻസിയർ ആയിട്ട് എല്ലാരും പറയാ, ഈ കർപ്പൂരം കയ്യിൽ വെച്ച് നമ്മൾ കത്തിച്ചപ്പോ എത്ര പേരുടെ കൈ പൊള്ളി? എന്റെ പൊള്ളി. എത്ര പേരുടെ കൈ പൊള്ളി? ലക്ഷ്മി, എന്റെ കൈ പൊള്ളുന്നതിന് മുന്നേ ഷാഫിക്ക് അത് ഊതി അണച്ചു. എന്റെ കൈ പൊള്ളിയില്ല, ഉള്ളത് പറയാലോ. ഞാൻ വെറുതെ കൈ. അതെ, എത്ര പേരുടെ കൈ പൊള്ളി? ഞാൻ കുറച്ചേരം കൈ വെച്ചപ്പോ ചെറുതായിട്ട്. ഇതപ്പോ വിചിത്രമായ കൈയായിരിക്കും. നമ്മുടെ സ്റ്റാർ മാജിക് ടീം അങ്ങനെ ഒരിക്കലും ഒരാളെയും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക്. വളരെ ബോറായിരുന്നു, ഓവർ ആക്ടിങ് ആയിരുന്നു. ആ സാധനമാണ് ഇത് പൊളിഞ്ഞു എന്നുള്ള. പൊള്ളിയത് മുഴുവൻ അടിമാലിയുടെ നെഞ്ചാണ്. കാരണം അടുത്ത കളി തോറ്റു കഴിഞ്ഞാൽ ഇത് കത്തിക്കട്ടെ. ഓപ്പോസിറ്റ് ടീമിന് ഇപ്പോഴും അറിയണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ ഈ എന്നുള്ളൊരു ഫീലിലായിരിക്കും. ഇവിടെ അനു ഇവിടെ ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുമല്ല, പരിപാടി നടത്തുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് ടീം ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും. കാരണം ഇവരെന്തോ വലിയൊരു സംഭവം ചെയ്തു, ഒരു പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെയും കൈൻഡ് ഇൻഫോർമേഷന് നമ്മളൊരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ പോലും കണ്ടിട്ടുണ്ടാവില്ല. കർപ്പൂരത്തിന്റെ താഴെയായിട്ട് ആ പ്രോപ്പർട്ടി താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കർപ്പൂരത്തിന്റെ ആ ഒരു നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീ നമ്മുടെ കയ്യിലേക്ക് പടരില്ല. അപ്പോ ഇത് പ്രോഗ്രാമിന് വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ അത്രയും പ്രിക്കോഷണറി മെഷറും നമ്മൾ അത്രയും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ചെയ്തതാ. കയ്യിലേക്ക് ഒരിക്കലും തീ വരില്ല. അപ്പൊ അത് നമ്മുടെ ആർട്ട് ടീമിന്റെ ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്. പക്ഷേ ഇത് കണ്ട് കുട്ടികളും നമുക്ക് അത്രയും പ്രായം തന്നെയാണ്. അടിമാലി ഒരു കളി ജയിച്ചിട്ട് അടിക്കാനും പറ്റിയില്ല. ഇപ്പൊ അടിമാലിയെ പറ്റിക്കുകയും കൂടെ ചെയ്ത. അതല്ല, ഇതിനകത്ത് കോമഡി എന്നാന്നറിയോ? കൈ പൊള്ളിയുമില്ല, എന്റെ ഞരമ്പ് നുള്ളി മുറിച്ചും കിട്ടി. പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ട് നമ്മുടെ ഓഡിയൻസ് പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. നിങ്ങൾ ആരും വീട്ടിലത് ഇമിറ്റേറ്റ് ചെയ്യരുത്. നമ്മൾ അത്രയും കത്തില്ല, കയ്യിൽ തീ വരില്ല എന്നുള്ളൊരു ഉറപ്പ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. അല്ല, നമ്മുടെ ഗെയിംസ് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുള്ളതാണ്. തമാശക്ക് പോലും ഒരു കർപ്പൂരം എടുത്ത് അവര് കയ്യിൽ കത്തിക്കാൻ. താങ്ക് യു. ശ്രീവിദ്യ, ഫസ്റ്റത്തെ ആക്ടിങ് ശ്രീവിദ്യയുടെ ആയിരുന്നു. ശ്രീവിദ്യക്ക് അറിയായിരുന്നു കാര്യം കൈ പൊള്ളില്ല എന്നുള്ളത്. ഒന്നിരുതിയിൽ എണ്ണൊഴിക്കാൻ വേണ്ടിട്ട് അടുത്ത ആൾക്കാരെ പേടിപ്പിക്കാനും കൂടെ വേണ്ടിട്ട് നമ്മൾ തമ്മിൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ വിനീഷ് ബാസ്റ്റിൻ ശരിക്കും പേടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശ്രീവിദ്യ, ഇങ്ങനെ ഒരു ഗെയിം ഞങ്ങൾ തോറ്റല്ലോ, അതിന് പകരം ഇങ്ങനെ ഒരു ശിക്ഷ തന്നല്ലോ. അങ്ങനെ ഒരു ശിക്ഷ മുഖേന വിനുചേട്ടന്റെ കൈ ഒടിക്കാൻ പറ്റിയ അവസരം ഉണ്ടാക്കി തന്ന അനുപേട്ടനോടും ഫ്ലവേഴ്സ് ടിവിയോടും എന്റെ സ്നേഹത്തിൽ കുതിർന്ന നന്ദി. ഫുൾ കുതിർത്തട്ടോ. ചാലഞ്ച് വെക്കണ്ടോ ഇപ്പോഴേ? ചലഞ്ചോ? ഞങ്ങളെ പറ്റിക്കാൻ വേറെന്തെങ്കിലും വലിയ ടാസ്ക് നല്ലതാ. ഇതുപോലെ തന്നെ ടാസ്ക്. അതല്ല, കർപ്പൂരം വേണ്ട, അത് ക്രൂരതയാണ്. നമുക്ക് അടുത്ത ഗെയിം മുതൽ ഇരുമ്പ് ഒഴിപ്പിച്ച് കൈ കൊടുക്കാം. അത് കൂടുതലല്ല. ഞാൻ പറയാം, അനുവിന്റെ ചെവിക്കകത്ത് അട്ടയെ കയറ്റി വിട്ടാൽ മതി. വേണ്ട, അത് കൊടുത്ത് വാറ്റിലിട്ടുകളായി.